ഷെക്കീന അമേരിക്കാസിൻ്റെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന പ്രത്യേക പരമ്പരയുടെ ഭാഗമായിട്ടാണ് ഞാനിന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മഹത്വമാണ് ഷെക്കീന ടി വി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ദൈവത്തിൻ്റെ മഹത്വം വചനപ്രഘോഷണത്തിലൂടെ, ആരാധനയിലൂടെ ക്രൈസ്തവ വിശ്വാസം ഏറ്റുപറയാൻ, വിശ്വസിക്കാൻ, അത് പങ്കുവയ്ക്കാനുള്ള ഒരു വേദിയായിട്ടാണ് ഷെക്കീന ടി വി ഇന്ന് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സഭയുടെ ഔദ്യോഗിക പ്രഖ്യാപനമായ നിക്യ വിശ്വാസ പ്രമാണം 1700 വർഷങ്ങൾക്ക് മുമ്പ് AD 325 ഇന്നത്തെ ടർക്കിയിലെ നൈസിയ ഇസ്നിക്കിൽ വെച്ച് പ്രഖ്യാപിച്ചതിൻ്റെ ഓർമ്മയിൽ സഭയോട് ചേർന്ന് ഞാനും നിങ്ങളോടൊപ്പം ഏറ്റുപറയുകയാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകസത്യ ദൈവമായ ദൈവത്തിൽ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൽ, മനുഷ്യരെ രക്ഷിക്കാൻ ഭൂമിയിൽ അവതീർണനായ യേശു ക്രിസ്തുവിൽ, പീഡാസഹനത്തിലൂടെ, മരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ ലോകത്തെ രക്ഷിച്ച യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര കർമ്മത്തിൽ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയിൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിത ലക്ഷ്യം പിതാവിൻ്റെ ഭവനത്തിൽ സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നുള്ള ആ സത്യത്തിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ മുമ്പിൽ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി പ്രഘോഷിക്കാൻ ദൈവകൃപയ്ക്കായി യാചിക്കുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അമേരിക്കയിലെ മിയാമിയിലെ ജീസസ് യൂത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന, ചിക്കാഗോ രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അമോരിസ് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രം അല്ലെങ്കിൽ യുവജന കേന്ദ്രത്തിൽ വെച്ചാണ് ഷെക്കീന ടി വിയുടെ എല്ലാമായിട്ടുള്ള സന്തോഷ് ബ്രദറിൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ഏതാനും പേർ ഇവിടെ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂടെ ഞാനിപ്പോൾ എത്തിച്ചേർന്നപ്പോൾ ഷെക്കീന അമേരിക്കാസ് എന്നോട് പറഞ്ഞു, ഷെക്കീന ടി വിക്ക് വേണ്ടി, അമേരിക്കയിൽ നിന്നുള്ള ദൈവജനത്തിന് വേണ്ടി, ലോകം മുഴുവനുള്ള ദൈവജനത്തിന് വേണ്ടി കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാൻ. ക്രിസ്തു നമ്മെ എല്ലാവരെയും ഫലമേൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാനാണ്. വിശ്വസിക്കുന്നവർക്ക് മാമോദീസ കൊടുക്കണം, പക്ഷേ സുവിശേഷം പ്രസംഗിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അങ്ങനെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ വിശ്വസിക്കുന്നവർ ക്രിസ്തുവിൻ്റെ അനുയായികളായി, സഭാംഗങ്ങളായി തീരുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോടുമായി പങ്കുവയ്ക്കുന്നത് എന്തിനാണ് വിശ്വാസം, നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യം എന്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് പ്രസംഗിക്കണം എന്നതിനുള്ള സന്ദേശമാണ്. ഇന്നത്തെ മനുഷ്യരുടെ, പ്രത്യേകിച്ച് അമേരിക്കയിലും മറ്റുള്ള സ്ഥലങ്ങളിലുമുള്ള ഒരു വലിയ ക്രൈസിസ് ഐഡന്റിറ്റി ക്രൈസാണ്. ഞാൻ ആരാണ്, ഞാൻ എന്തിന് ജീവിക്കുന്നു, ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ക്രിസ്തു വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ബൈബിളിൽ ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കൃത്യമായിട്ട് കാണാം. വിശ്വാസത്തിൻ്റെ ആരംഭം തന്നെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവാണ്, നീ ആരാണ്, നീ എന്തിന് ജീവിക്കുന്നു, നീ എങ്ങനെ ജീവിക്കണം. നീ ആരാണ് എന്ന ചോദ്യത്തിന് ബൈബിളിൽ കൃത്യമായി ഉത്തരങ്ങളുണ്ട്. ആദ്യം തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കാണാം. ഇന്ന് മനുഷ്യനെ പലതരത്തിൽ നോക്കി കാണുന്നു. ഐഡന്റിറ്റി ക്രൈസിസിനെ കുറിച്ച് പറഞ്ഞു. ആ ജീവിത വീക്ഷണങ്ങൾ പലതരത്തിലാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോട്, അമേരിക്കക്കാരോടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികളോട് ചോദിക്കുകയാണ്, ദൈവം മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ഉൽപ്പത്തി 2:7 വായിക്കുന്നത്, ദൈവം അവനെ മണ്ണിൽ നിന്ന്, പൂഴിയിൽ നിന്ന് സൃഷ്ടിച്ചു. നമ്മൾ മരിച്ചവർക്കുള്ള മൃതസംസ്കാരത്തിൻ്റെ അവസരത്തിൽ പലപ്പോഴും പാടാറുണ്ട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ചിലപ്പോഴൊക്കെ പാടാറുണ്ട്, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങുന്നൂനം.
ഇന്ന് ചിലർ മനുഷ്യരെ കാണുന്നത് ഈ മണ്ണ് പോലെയാ. എന്തിനാ ജീവിക്കണേ? മരിക്കാനായി ജനിച്ചവൻ ഞാൻ. പിന്നെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്ന് തന്നെയാണ്. നമ്മൾ പദാർത്ഥമാണ്, മാറ്ററാണ്. പക്ഷെ ഉൽപ്പത്തി 2:7 തന്നെ അതിൽ പറഞ്ഞു, ദൈവം അവന് ജീവശ്വാസം കൊടുത്തു. മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി ജീവശ്വാസം കൊടുത്ത് അവന് പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചപ്പോൾ ജീവശ്വാസമുള്ള പദാർത്ഥത്തെ വിളിക്കുന്ന പേര് മൃഗമെന്നാണ്. എല്ലാ മനുഷ്യരിലും ഈ മാറ്ററാണ്. ഇത്ര കിലോ മാറ്റർ, വെള്ളമുണ്ട്, അതിൽ അയണുണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, അങ്ങനെ പലതുമുണ്ട്. പക്ഷെ ആ മാറ്ററിൽ ജീവൻ കൊടുത്തപ്പോൾ അത് ജീവനുള്ള പദാർത്ഥമായി. അതിന് ജീവി, ജന്തു, മൃഗം എന്നൊക്കെ വിളിക്കുന്നു. നമുക്ക് എല്ലാവർക്കും മൃഗത്തിൻ്റെ സ്വഭാവമുണ്ട്. ഈ മൃഗത്തിൻ്റെ സ്വഭാവം കൂടുതലുള്ളപ്പോഴാണ് ഈ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾക്ക് കാരണം. മൃഗത്തിന് 4 സവിശേഷതകളാണ് അല്ലെങ്കിൽ ഇൻസ്റ്റിങ്ക്റ്റുകളാണുള്ളത് എന്ന് മനുഷ്യശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ഒന്ന്, ഭക്ഷിക്കണം, കുടിക്കണം, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ മനുഷ്യൻ ജീവിക്കുന്നത് എന്തിനാ? കുടിക്കാനാണോ? ഭക്ഷിക്കാൻ മാത്രമാണോ? രണ്ടാമത്തെ പ്രത്യേകത, ഭക്ഷിച്ചു കഴിഞ്ഞാൽ വിശ്രമിക്കണം. അതും മനുഷ്യന് ആവശ്യമാണ്, മൃഗങ്ങളെ പോലെ. മൂന്നാമത്തേത് രമിക്കുക, സെക്സ്. അതും എല്ലാ മനുഷ്യർക്കും ഉണ്ട്, എല്ലാ മൃഗങ്ങളെ പോലെ. നാലാമത്തേത് കാടിൻ്റെ നിയമം, പിടിച്ചടക്കുക, എല്ലാത്തിൻ്റെ മേലെ ആധിപത്യം പുലർത്തുക. ഇന്ന് ചിലരിൽ ഈ മൃഗത്തിൻ്റെ സ്വഭാവം കൂടുമ്പോഴാണ് ചിലപ്പോൾ മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം മാറുന്നത്. മൂന്നാമതായിട്ട് മനുഷ്യൻ ആരാണെന്ന് ചോദ്യത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ തന്നെ 16-17 വാക്യങ്ങളിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവന് ജീവശ്വാസം കൊടുത്ത് അവന് കൊണ്ടുപോയി നിർത്തിയത് പർദീസായിലെ ഏദൻ തോട്ടത്തിലെ നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ മുമ്പിൽ ഇരുത്തിട്ട് അവന് അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ട് പറഞ്ഞു, നിനക്ക് ബുദ്ധിയുണ്ട്, നിനക്ക് മനസ്സുണ്ട്, നിനക്ക് വിവേചന ശക്തിയുണ്ട്. അപ്പോൾ മനുഷ്യൻ റാഷണൽ ആനിമൽ, ബുദ്ധിയുള്ള മൃഗമായിട്ട് ദൈവം സൃഷ്ടിച്ചു. അതുകൊണ്ടാണ്, ബുദ്ധി കൊണ്ടാണ് അമേരിക്കയിലുള്ളവരൊക്കെ ബുദ്ധി രാക്ഷസന്മാർ കുറേ പേരുണ്ട്, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. പക്ഷേ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ബുദ്ധിയുള്ള മൃഗം. അവൻ ചിന്തിക്കുന്നു, അവൻ പലതും കണ്ടുപിടിക്കുന്നു, സുഖജീവിതത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. എന്തിനാണ് ജീവിക്കുന്നത്? ചർവാകന്മാർ, എപ്പിക്കൂര്യന്മാർ പറയും, തിന്നുക, കുടിക്കുക, നാളെ നീ മരിക്കും. അതുകൊണ്ട് ഏറ്റവും സുഖകരമായ ജീവിതം നയിക്കുക. ജീവിക്കുന്നത് മരിക്കാൻ മാത്രമാണോ? സുഖിക്കാൻ മാത്രമാണോ? ഭക്ഷിക്കാൻ മാത്രമാണോ? രമിക്കാൻ, ലൈംഗികതയ്ക്ക് മാത്രമാണോ? മനുഷ്യൻ്റെ ജീവിതം എന്തിനാ? ആരാണ് മനുഷ്യൻ? ഇങ്ങനെയുള്ളത് മാത്രമാണോ? അതിനേക്കാൾ അപ്പുറത്ത് മനുഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിന് നമ്മുടെ വിശ്വാസം മാത്രമല്ല, ബൈബിള് കൃത്യമായി പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1:26-27 ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ഈ ദൈവത്തിൻ്റെ ഛായ, ദൈവത്തിൻ്റെ സാദൃശ്യം, അതിനെയാണ് ആത്മാവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതം, ഈ ആത്മാവ്, ദൈവത്തിൻ്റെ ഛായ എന്നാ ആരംഭിച്ചേ? നമ്മുടെ ശരിക്കുള്ള ജനനം എന്നാണ്? അനാദി മുതലേ ദൈവത്തിൻ്റെ മനസ്സിലാണ്. നമ്മുടെ ഒന്നാമത്തെ ജനനം ദൈവത്തിൻ്റെ മനസ്സിലാണ്. രണ്ടാമതാണ് മാതാപിതാക്കളിലൂടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത്. മൂന്നാമതാണ് ഈ ഭൂമിയിലേക്ക് ജനിക്കുന്ന ബർത്ത്ഡേ. പിന്നെ വീണ്ടും ജനിക്കുന്ന മാമോദീസായിലൂടെ നമ്മൾ വീണ്ടും ജനിക്കുന്നു. പിന്നെ ജീവിതത്തിൽ പലതരത്തിലുള്ള ജനനങ്ങളുണ്ട്. എന്നാൽ മനുഷ്യൻ ജനിക്കുന്നത് ഈ മരണത്തോടുകൂടി അവസാനിക്കാനാണ്. ഇവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണത്തിൽ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. ദൈവത്തിൻ്റെ മനസ്സിൽ ദൈവമാണ് നമ്മെ മാതാപിതാക്കളിലൂടെ ഈ ഭൂമിയിൽ ജനിക്കാൻ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 29:11 വായിക്കുന്നുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നാശത്തിലല്ല ക്ഷേമത്തിനാണ്. ദൈവം സൃഷ്ടിച്ച എല്ലാ മനുഷ്യരെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആദത്തെയും ഹവ്വായെയും ദൈവം സൃഷ്ടിച്ചത് ഉൽപ്പത്തി 2 വായിക്കുന്ന പോലെ പർദീസായിൽ തന്നോട് കൂടെ ആയിരിക്കാനാണ്. ആ ദൈവത്തിൻ്റെ കൽപ്പനയിൽ ആ മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് ബുദ്ധിയുള്ള മൃഗത്തിന് സ്വാതന്ത്ര്യം കൊടുത്തു. നീ നിന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നീ നന്മ സ്വീകരിക്കണം, ദൈവത്തെ സ്വീകരിക്കണം,
നിനക്ക് അപ്പോഴാണ് പ്രതിഫലം കിട്ടുക. മാലാഖമാർ അനുസരണക്കേട് കാണിച്ചപ്പോൾ അവർ പിശാചുക്കളായി. നമ്മൾ ദൈവത്തെ അനുസരിക്കും. ആദ്യ മാതാപിതാക്കന്മാർ അനുസരിക്കാതിരുന്നപ്പോൾ അവർക്ക് പറുദീസ നഷ്ടപ്പെട്ടു. ആ പറുദീസ നഷ്ടപ്പെട്ടെങ്കിലും ദൈവം അവനെ ഉപേക്ഷിച്ചില്ല. വാഗ്ദാനം ചെയ്തു ഒരു രക്ഷകനെ. പിതാവിന്റെ പക്കലേക്ക് പറുദീസായിൽ സ്വർഗത്തിൽ തന്നോട് കൂടി ആയിരിക്കാൻ ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. ആ രക്ഷകൻ പറഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥലക്ഷ്യങ്ങൾക്ക് എല്ലാം അടിസ്ഥാനം, നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. എന്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നു? എന്തുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിത്വൈക ദൈവത്തിൽ വിശ്വസിക്കുന്നു? എന്തുകൊണ്ട് യേശു പീഡകൾ സഹിച്ച് മരിച്ചു ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: ദൈവം വെളിപ്പെടുത്തി. യോഹന്നാൻ 3:16 വായിക്കുന്ന പോലെ നമുക്ക് രക്ഷ നൽകാൻ നാം ഇപ്രകാരം വായിക്കുന്നു: തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരുവരും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ സ്നേഹത്താലാണ്. ഈ ലോകമുണ്ടായി ദൈവത്തിന്റെ സ്നേഹത്താലാണ്. ഞാൻ ഇന്ന് ജീവിക്കുന്നതും വളരുന്നതും എൻ്റെ ലക്ഷ്യം നേടുന്നതും ദൈവത്തിന്റെ സ്നേഹത്താലാണ്. ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മൂർത്ത രൂപമാണ് യോഹന്നാൻ ശ്ലീഹ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ എഴുതിയ പോലെ ദൈവം സ്നേഹമാണ്. അങ്ങനെയുള്ള സ്നേഹമായ ദൈവത്തിന്റെ കൃപയിൽ ജീവിക്കേണ്ട മനുഷ്യൻ പലപ്പോഴും ലോകത്തിന്റെ മാനദണ്ഡങ്ങളിലേക്ക് മാറുന്നു. ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ഇങ്ങനെ ഒരു ബുദ്ധിയുള്ള മൃഗം മാത്രമാണ്, ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്, പക്ഷെ ആത്മാവുള്ള മനുഷ്യനാണെന്ന് ചിന്തിക്കാതെ ലോകത്തിൻ്റെതായ രീതിയിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നവർക്കാണ് പ്രശ്നം. ഇന്ന് ഒത്തിരി പ്രതിസന്ധികളുണ്ട്. ആദവും ഹവ്വായും ദൈവത്തിന്റെ വാക്ക് കേട്ടില്ല. ഇതുപോലെ ഞാനും നിങ്ങളും ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ യേശു പറയുന്ന ഒരു വാക്ക് യോഹന്നാൻ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ നമ്മളോട് പറയുന്ന ഒരു വാക്ക് നിങ്ങളോട് പറയാൻ, ഇപ്പോൾ വിശ്വാസമുള്ള നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 14-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് മനുഷ്യന്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നത്. ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിന് മണ്ണാണ്, മൃഗമാണ്, ബുദ്ധിയുള്ള മനുഷ്യനാണ്, ആത്മാവുള്ള മനുഷ്യനാണ്, ഇങ്ങനെ വിവിധ തരത്തിൽ മനസ്സിലാക്കിയാൽ ആ ആത്മാവുള്ള മനുഷ്യൻ ദൈവത്തിന്റെ ഛായയുള്ള രക്ഷപ്പെടാൻ വേണ്ടി വീണ്ടും ജനിച്ച് ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി അങ്ങനെ ലോകത്തിന്റെ രക്ഷയ്ക്കായി ക്രിസ്തുവിനെ അനുഗമിക്കണം. മത്തായി 16:24 വായിക്കുന്ന പോലെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് എല്ലാവർക്കും യേശു പറഞ്ഞു, എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം, അനുദിന ജീവിതത്തിൽ കുരിശെടുക്കണം, എൻ്റെ പിന്നാലെ വരണം. യേശു മുൻകൂട്ടി പ്രവചിച്ചു 3 പ്രാവശ്യം. മത്തായി സുവിശേഷം 16, 17, 20 പ്രവചിച്ചു, ഞാൻ ജെറൂസലമിലേക്ക് പോവുകയാണ്, പീഡകൾ സഹിക്കണം, മരിക്കണം, ഉത്ഥാനം ചെയ്യണം, എന്നാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ആ യേശു പറഞ്ഞു, നിങ്ങളുടെ ജീവിതം, എന്നെ അനുഗമിക്കുന്നവരുടെ ജീവിതം എന്നോടുകൂടെ പിതാവിന്റെ ഭവനത്തിലായിരിക്കണം. നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 14:1, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നമ്മുടെ ഈ ഷക്കീന അമേരിക്കയുടെ ഈ പങ്ക്തിയുടെ പേര് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കാൻ പറഞ്ഞത് ആരാണ്? ഈശോയാണ് പറഞ്ഞത്. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ ഭൂമിയിൽ അവതീർണനായ എന്നിലും ഈശോയിലും വിശ്വസിക്കുക. എന്നിട്ട് പറയുകയാണ്, ഈ അസ്വസ്ഥതയുടെ കാരണം എന്താണ്? എന്തിനാ ജീവിക്കണമെന്ന് അറിയില്ല. ഇന്ന് ലോകത്തിലെ മനുഷ്യർ എന്തിനാ ജീവിക്കുന്നത്? പലർക്കും ഉത്തരമില്ല. അവർ പറയും മരിക്കാനായി ജീവിക്കുന്നു, മരണം വരെ. വേറെ ചിലർ പറയും ഈ കുറച്ച് നാളല്ലേ ഉള്ളൂ, 70, 80, ഏറിയ 100, ഈ കാലഘട്ടം നന്നായി സുഖിക്കുക, സന്തോഷിക്കുക, അത് കഴിഞ്ഞ് മരിച്ചു പോകുമല്ലോ. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ പേരിലാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണ്. ദൈവത്തിൽ വിശ്വസിക്കുക. എന്നിട്ട് പറഞ്ഞൊരു ഉത്തരവുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താ? ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നാം ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ച് അവസാനം ദൈവത്തോട് കൂടെ ആയിരിക്കണം. ആരംഭം ദൈവത്തിന്റെ മനസ്സിലാണെങ്കിൽ അവസാനവും നമ്മൾ എത്തിച്ചേരേണ്ടത് ദൈവത്തിൽ തന്നെയാണ്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കണില്ല. ഈ സംശയിക്കുന്ന ആള് തന്നെ, ഇത് കർത്താവിന്റെ കാലത്ത് എൻ്റെ കർത്താവിന്റെ കൂടെ നടന്ന തോമസ് ലീഗ പോലും ഇത് സംശയം ചോദിച്ചു, കർത്താവ് നീ പോകുന്നത് എവിടേക്കേ അറിയില്ല,
ഞങ്ങൾ എന്തിനു ജീവിക്കുന്നത് ഞങ്ങൾക്കറിയില്ല, പിന്നെയാണോ വഴി അറിയുക? ഈ ചോദ്യം, തോമസ് ലീഹായുടെ ചോദ്യം വലിയൊരു സത്യം വെളിപ്പെടുത്താൻ കാരണമായി. വിശ്വാസികളായ നമുക്ക് ഈ സത്യം അറിയേണ്ടതുണ്ട്. എന്തിനാണ് ജീവിക്കുന്നത്? 6 അടി മണ്ണോടുകൂടി എല്ലാം തീരുമെന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്തിലാണ് ഈശോ അസന്നിഗ്ധമായ ഭാഷയിൽ പറയുന്നത്, എന്നോട് കൂടെ നിങ്ങളുമായിരിക്കണം. എവിടേക്കാ പോണേന്ന് അറിയില്ല എന്ന് തോമസ് ലീഹ പറഞ്ഞപ്പോൾ 6ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എല്ലാവരോടും നിങ്ങളോട് പറഞ്ഞു. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്തു ഇത് പറഞ്ഞത്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം, 1-ാമത്തെ വാക്യത്തിൽ അസ്വസ്ഥരാകാതിരിക്കാൻ വിശ്വസിക്കാൻ പറഞ്ഞു. സംശയിക്കുന്നവരോട്, തോമസ് ലീഹായുടെ അടക്കം നമ്മൾ സംശയിക്കുന്നവരോട് യേശു 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് എന്താണ്? ഞാനാണ് വഴിയും സത്യവും ജീവനും. ഞാൻ വഴിയല്ലാതെ ആരും പിതാവിൻ്റെ പക്കൽ എത്തിച്ചേരുന്നില്ല. അപ്പോൾ അല്ലയോ മനുഷ്യ, നീ വിശ്വസിക്കുന്നത് എന്തിനാ? നിന്റെ വിശ്വാസം എന്താ? ദൈവത്തിൻ്റെ ഛായയിലും സാധിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച്, സൃഷ്ടിക്കപ്പെട്ട് ഈ ഭൂമിയിൽ ജീവിച്ച്, ദൈവം പറയുന്ന പോലെ ജീവിച്ച്, അവസാനം പിതാവിൻ്റെ പക്കൽ അഥവാ സ്വർഗത്തിൽ എത്തിച്ചേരണം. അതിനുള്ള വഴി, മാർഗം, ആ സത്യം, ആ നിത്യജീവൻ അത് ഈശോയാണ്. നമ്മളെ പ്രത്യേകിച്ച് കേരളത്തിലെ അല്ലെങ്കിൽ മാർത്തോമ ക്രിസ്ത്യാനികളെ വിളിച്ചിരുന്ന, പണ്ട് കാലത്ത് വിളിച്ചിരുന്ന ഒരു പേര് മാർഗക്കാർ എന്നാണ്. സത്യത്തിൽ ഏറ്റവും നല്ല, ക്രിസ്ത്യാനികൾ വിളിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പേരാണ് മാർഗക്കാർ. ഹോദോസ്, ദ വേ. സ്വർഗത്തിലേക്കുള്ള വഴി ഈശോയാണ്. ആ ഈശോയാകുന്ന വഴിയിലൂടെ നടക്കുന്നവർ, ചരിക്കുന്നവർ, മാർഗത്തിൽ വസിക്കുന്നവൻ മാർഗവാസി, മാർഗത്തിൽ ചരിക്കുന്നവൻ മാർഗക്കാരൻ, അവരാണ് ക്രിസ്ത്യാനി. അങ്ങനെ ആയിരിക്കണം. പക്ഷെ ഇന്ന് നിങ്ങളോട് പ്രത്യേകിച്ച് ഇതിലെ 6-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്ക്, ലക്ഷ്യം പിതാവിൻ്റെ ഭവനം സ്വർഗമാണ്, ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള മാർഗം ഈശോയാണ്. പക്ഷെ ഈശോ പറഞ്ഞ ഒരു വാക്ക് ഇന്ന് പലർക്കും മനസ്സിലാവില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന പങ്ക്തിയിൽ പങ്കുചേരുന്ന, കേൾക്കുന്ന നിങ്ങളോട് ചോദിക്കുകയാണ്, ഈശോ 6-ാമത്തെ അധ്യായത്തിൽ പിതാവിൻ്റെ പക്കൽ എത്തുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു വാചകത്തിൻ്റെ ഒരു ഭാഗം, ഒരു ഫ്രേസ് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ട്? ഈശോ പറഞ്ഞത് എന്താണ്? എന്നിലൂടെ അല്ലാതെ, എക്സെപ്റ്റ് ത്രൂ മീ, ആരും പിതാവിൻ്റെ പക്കൽ എത്തുന്നില്ല. ജീസസ് ഈസ് ദ ഓൺലി സേവിയർ. ഏക ലോക രക്ഷകനാണ് ഈശോ എന്ന് ഈശോ തന്നെ കൃത്യമായി പറഞ്ഞിട്ട് നമ്മൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പുറത്ത് പറയും, പക്ഷെ ഈശോയാണ് ഏക ലോക രക്ഷകൻ. ഈശോ വഴിയാണ്. ക്രിസ്ത്യാനികളാണെങ്കിലും അല്ലെങ്കിലും ആരായാലും പിതാവിൻ്റെ പക്കൽ എത്താൻ, സ്വർഗത്തിൽ എത്താനുള്ള ഏക വഴി, ദി ഓൺലി സോഴ്സ്, ദി ഓൺലി മീൻസ്, എന്നിലൂടെ അല്ലാതെ, എക്സെപ്റ്റ് ത്രൂ മീ, പിതാവിൻ്റെ പക്കൽ സ്വർഗത്തിൽ എത്തുന്നില്ല. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഈശോയാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി, സ്നാപയോഹന്നാൻ പറയുന്ന പോലെ, ലോകത്തിൽ അവതീർണനായി നമ്മെ രക്ഷിക്കാൻ വന്ന ഈശോയിലൂടെ അല്ലാതെ നമുക്കാർക്കും പിതാവിൻ്റെ പക്കൽ സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് എടുക്കേണ്ട പ്രതിജ്ഞ, ഈശോയാണ് എൻ്റെ രക്ഷകൻ. ഈശോയിലൂടെ അല്ലാതെ എനിക്ക് വേറെ രക്ഷയില്ല. അതുകൊണ്ട് ആ ഈശോ തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കല്. രക്ഷയ്ക്കായിട്ട് ഈശോ പറഞ്ഞ മാർഗം, 1-ാമത്തെ മാർഗം എന്താണ്? ഈശോ നമുക്ക് പിതാവിൻ്റെ പക്കലെത്താൻ 4 മാർഗങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഒന്ന്, ഈശോ പറഞ്ഞു, യോഹന്നാൻ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ പ്രത്യേകം പറയുന്നത് പോലെ, നിക്കോദേമസിന്റെ ചോദ്യത്തിന് ഉത്തരമായി പറയുന്നത് പോലെ, രക്ഷ നേടാൻ നീ വീണ്ടും ജനിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്തു? ആദ്യം തന്നെ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 1:15 പറഞ്ഞു, സമയം സമാഗതമായി. എന്നെ ശ്രവിക്കുന്നവരോട് പറയുകയാണ്, എവിടെയാണ്? എല്ലാ കാലത്തും സമയം സമാഗതമായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പൊ സ്വർഗരാജ്യം ഭൂമിയിൽ ആരംഭിക്കണം, ഇവിടെ ആരംഭിക്കണം. ആ ഭൂമിയിൽ ആരംഭിക്കണമെങ്കിൽ യേശു 2 നിബന്ധനകൾ പറഞ്ഞു. ഒന്ന്, അനുതപിക്കണം. 2,
സുവിശേഷത്തിൽ വിശ്വസിക്കണം. അപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി യേശു നൽകിയ ഒന്നാമത്തെ മാർഗം തൻ്റെ വചനം ശ്രവിക്കുക. വചനം ശ്രവിക്കുന്നത് എന്തിനാണ്? തെറ്റിനെ കുറിച്ച് പശ്ചാത്തപിച്ച് അനുദവിക്കാൻ, എന്നിട്ട് ധൂർത്തപുത്രനെ പോലെ പശ്ചാത്തപിച്ച് പിതാവിൻ്റെ പക്കലേക്ക് എത്താൻ. യൂക്കാട് സുവിശേഷം 15-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം ഈ ധൂർത്തപുത്രനുണ്ടായ മനോഭാവമാണ്. അപ്പോൾ അവന് സുബോധമുണ്ടായി. ദൈവവചനം ശ്രവിക്കുന്നവർക്കെല്ലാം ഈ സുബോധമുണ്ടാകും, ശരിയായ ബോധം, ദൈവത്തിൻ്റെ മനസ്സ്. ഈ സുബോധത്തിൻ്റെ ഏറ്റവും നല്ല ലക്ഷണമാണ് ലൂക്കായുടെ സുവിശേഷം 1:38 പരിശുദ്ധ കന്യാമറിയം ഗബ്രിയേൽ ദൂതന്റെ വാക്കിന് ഉത്തരമായിട്ട്, ഇതെങ്ങനെ സംഭവിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട്, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് എലിസബത്തിന്റെ ഗർഭധാരണത്തെക്കുറിച്ചൊക്കെ വിവരിച്ചിട്ട്, നന്മ നിറഞ്ഞവളെ എന്ന് വിളിച്ച്, നിനക്ക് ദൈവത്തെക്കുറിച്ചുള്ള പദ്ധതിയുണ്ട്, വരാനിരിക്കുന്ന രക്ഷകന് ജന്മം കൊടുക്കണം, ഈ ഒരു പുത്രനെ പ്രസവിക്കും, അവന് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, പരിശുദ്ധാത്മാവ് വരും, അങ്ങനെ വചനം മാംസം ധരിച്ച് നീ പുത്രനെ പ്രസവിക്കും. അപ്പോൾ എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുക്കുക. അപ്പോൾ സുവിശേഷം ശ്രവിക്കുന്നത് എന്തിനാണ്? ദൈവത്തിൻ്റെ ഹിതമറിയാൻ. ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞാൽ ഇതാ കർത്താവിൻ്റെ ദാസൻ ദാസി എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുക്കലാണ് രക്ഷ നേടാനുള്ള മാർഗം. രണ്ടാമത്തേത്, യേശു പറഞ്ഞത് രക്ഷ കിട്ടാൻ വേണ്ടി നിങ്ങൾ വീണ്ടും ജനിക്കണം. നിങ്ങൾ പരിശുദ്ധാത്മ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ പഠിപ്പിക്കാൻ എൻ്റെ ആത്മാവിനെ അയക്കും. അപ്പോസ്തലപ്രവൃത്തി 1:8 പറയുന്നു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പം അങ്ങനെ നമുക്ക് മാമോദിസ ലഭിച്ചു, സ്ഥൈര്യലേപനം ലഭിച്ചു, അതുപോലെ തന്നെ കൂദാശകൾ, ഞാൻ സ്വർഗത്തിലിറങ്ങി ജീവനുള്ള അപ്പമാണ്, ഈ അപ്പം ഭക്ഷിക്കുക, എന്നേയും ജീവിക്കും, അത് പറഞ്ഞു. അത് കഴിഞ്ഞ് കൂദാശകൾ 7 കൂദാശകൾ സ്ഥാപിച്ചു, പരിശുദ്ധാത്മാവിന് നൽകി. മൂന്നാമതായിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഒരു കൂട്ടായ്മയാകണം, ഒരാത്മാവും ഒരു ഹൃദയവുമുള്ള കൂട്ടായ്മ. 2-3 പേർ, മത്തായി 20:28 പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ ഞാൻ നിങ്ങളുടെ കൂടിയുണ്ട്. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നല്ലൊരു കൂട്ടായ്മ ഗാർഹിക സഭയ കുടുംബത്തില്, ഇടവകയില്, സമൂഹത്തില്, സഭയില്, ലോകത്തില് ക്രിസ്തുവിൻ്റെ നല്ലൊരു കൂട്ടായ്മയാകണം. അപ്പോഴേ ക്രിസ്തുവിന് കിട്ടുള്ളൂ. നാലാമത് മത്തായി 25:40 വായിക്കുന്നത് പോലെ, ഈ എളിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അതാണ് ലിയോ മാർപ്പാപ്പ ഈ ഒക്ടോബർ 9-ാം തീയതി ദിലെക്സിത്തെ എന്നുള്ള ചാക്രി ലേഖനത്തിലൂടെ പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടുകൂടിയാണ് നമുക്ക് ഈശോയെ കിട്ടുക. അങ്ങനെ ഈശോയെ കിട്ടിയാൽ നമ്മുടെ ജീവിത ലക്ഷ്യം സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. മരണം ഒരു കവാടം മാത്രമാണ്. മരണത്തിനപ്പുറത്ത് ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്. അതാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്നത്. കത്തോലിക്ക സഭയിൽ മാത്രമല്ല, മാമോദിസയിൽ മാത്രമല്ല, അവസാനം പറഞ്ഞു സ്വർഗത്തിലാണ് എൻ്റെ ലക്ഷ്യമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്നെ ശ്രവിച്ച നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആരാണ് നീ എന്ന് തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ദൈവപുത്രന്മാരായ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവമക്കളായ റോമ 8:14 അങ്ങനെ യേശുവിൻ്റെ അനുയായികളായി ക്രൈസ്തവരാണ്. എന്തിനു ജീവിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി, നീ നിന്റെ ജീവിതം ഈ ഭൂമിയെ ദൈവരാജ്യമാക്കി അവസാനം അതിൻ്റെ പൂർണ്ണതയിൽ പള്ളി കൂദാശ ചെയ്യുന്ന പോലെ സ്വർഗത്തിൽ എത്തിച്ചേരണം. അതിന് നീ എങ്ങനെ ജീവിക്കണം? അതിനാണ് ക്രിസ്തു വ്യക്തമായ തൻ്റെ സുവിശേഷം നൽകിയത്. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞത്? എൻ്റെ പിന്നാലെ വരുന്നവൻ ചെയ്യേണ്ട കാര്യങ്ങൾ, എന്നെ സ്നേഹിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായി പത്രോസിനോട് പറഞ്ഞ കാര്യങ്ങൾ. അങ്ങനെ ദൈവത്തെ സ്നേഹിച്ച് ദൈവപരിപാലനെ വിശ്വസിച്ച് ലക്ഷ്യബോധമുള്ളവരായി സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാകണം നമ്മൾ. നമുക്ക് ഏറ്റുപറയാം, ഞങ്ങൾ വിശ്വസിക്കുന്നു യേശു ഏകലോക രക്ഷകനാണെന്ന്, മനുഷ്യൻ രക്ഷിക്കാൻ ഭൂമിയിൽ അവതീർണനായ ദൈവപുത്രനാണെന്ന്, നമ്മെ പിതാവിൻ്റെ പക്കലേക്ക് നയിക്കുന്ന നമ്മുടെ നായകനും രക്ഷകനും നേതാവുമാണെന്ന്. ആ യേശുവിൻ്റെ അനുഗമിക്കുന്നവർക്ക് കുരിശുകളുണ്ടാകും, എങ്കിലും അതിൻ്റെ അപ്പുറത്ത് മരണത്തെ തോൽപ്പിക്കുന്ന, കുരിശിനെ കിരീടമാക്കുന്ന, പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമ്മെ നയിക്കുന്ന, ലക്ഷ്യം നൽകുന്ന നമ്മുടെ രക്ഷകനാണ് ഈശോ എന്ന്, ഈശോ നമ്മെ പിതാവിൻ്റെ പക്കലേക്ക് സ്വർഗത്തിലേക്ക് നയിക്കുന്നെന്ന് നമുക്ക് വിശ്വസിക്കാം. അതിന് നമുക്ക് നല്ല മാതൃകയാണ് പരിശുദ്ധ അമ്മ നൽകുന്നത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ തേടി, വിശുദ്ധരുടെ മധ്യസ്ഥ തേടി സ്വർഗത്തെ ലക്ഷ്യമാക്കി യേശു പറഞ്ഞതുപോലെ ജീവിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.